കലാകാരനുമായ ശ്രീ സാഗ അപ്പുച്ചൻ സാറിനെയാണ് ഞാൻ തീയതി മുതലാണ് നമ്മുടെ സിനിമ. ജോഷി സാറ് ഏറ്റുവാങ്ങുന്നു. ഓഡിയോ ലോഞ്ച് ഇതാ വേദിയിൽ നിർവഹിക്കപ്പെടുന്നു. ചിത്രത്തിലെ അഭിനേതാക്കളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്, മറ്റ് ഡിഗ്നിറ്ററീസ് ഉണ്ട്, ജോഷി സാറുണ്ട്. സോ ഫവി കെയർടേക്കറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരങ്ങളായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനെ നമുക്ക് കേൾക്കാം. മലയാള സിനിമാ നിർമ്മാണ വിതരണ പ്രദർശന വിഭാഗത്തിന്റെ അപ്പെക്സ് ബോഡിയാണ് കേരള ഫിലിം ചേംബർ. അതിൽ ഇപ്രാവശ്യം പ്രദർശന വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ചേംബർ പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത്. 7 വയസ്സ് പ്രായമുള്ള ഫിയോക് എന്ന് പറഞ്ഞ സംഘടന ഇങ്ങനൊരു ഉദ്യമത്തിന് ഇറങ്ങുകയും അതിന് ഫിയോക്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രസിഡന്റും ഇവിടെ വേദിയിൽ തുടക്കം കുറിച്ച് നല്ലൊരു തുടക്കമാണ്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈ വേദിയിൽ ഇന്ന് 2 ചടങ്ങാണ് നടന്നത്. ഒരു വേദിയിൽ സിനിമാ കുടുംബത്തിന്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം. അതിലൊന്ന് പവി കെയർടേക്കറിന്റെ ലോഞ്ചാണ്, ഓഡിയോ ലോഞ്ചാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നമ്മുടെ പ്രസിഡന്റായ ഫിയോക്കിന്റെ പ്രസിഡന്റായ വിജയേട്ടനോട് പ്രസംഗിക്കുകയുണ്ടായി. എന്നെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ കണ്ടുപിടിച്ച വിജയേട്ടന്റെ ഒരാശയം തന്നെയായിരുന്നു ഇത്. നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിന്റെയാണ്. ലിസ്റ്റിൻ ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരുമാണ്, തിയേറ്റർ ഉടമയും. അവ ലിസ്റ്റിന്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്. കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിന്റെ പടങ്ങളാണ്. അപ്പൊ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞ തിയേറ്റേഴ്സ് അസോസിയേഷന്റെ വളരെ പിന്തുണയും അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തിയേറ്റർ അസോസിയേഷന്റെ മെമ്പേഴ്സിന് തിയേറ്റർ അസോസിയേഷൻ അതിലെ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു. അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. കണ്ടിട്ട് എന്ന സിനിമയില് ഒരു ഡയലോഗ് ഉണ്ട്, ആരണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനുണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറെ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടിട്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. വിജയകുമാറേട്ടൻ വിളിച്ചു പറഞ്ഞു, വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണേലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരു കാര്യം,
നമ്മൾ എത്ര പൈസ വേണേലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതാന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ സയന്റിസ്റ്റുകൾ പറയും കോസ് ഇല്ലാതെ എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ ഫലമില്ല. ദിലീപ് ഒരു കാരണമാണ്. അമ്മ എന്ന സംഘടന തങ്ങളുടെ അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കുവാനും മറ്റ് ഫണ്ട് റൈസിങ്ങിനും ഒക്കെയായി ആലോചന നടത്തിയപ്പോൾ ദിലീപ് ആ പ്രോജക്റ്റ് ഏറ്റെടുത്തു. നമുക്ക് ഏവർക്കും അറിയാം, അന്ന് വരെ മലയാള സിനിമ ദർശിക്കാത്ത ഒരു ഹിറ്റായി മാറിയ 2020 കുറിച്ച്. മറ്റൊരു നിമിത്തമാണ് ഇന്നിവിടെ നടന്നത്. എല്ലാവർക്കും നമസ്കാരം. പവി കെയർടേക്കർ ദിലീപ് എന്ന നടനിൽ നിന്ന് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാനസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് പവി. ഞാൻ കൂടെ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് പവി. വളരെ നന്നായിട്ട് അഭിനയിക്കാനായിട്ടൊരു സിനിമയിലേക്ക് വിളിക്കുന്നത്, ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയെ പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും വലിയ വേഷം തന്ന ഒരാളല്ലേ. പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട, എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ടല്ലേ സംസാരിക്കുന്നത്. ആൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പിന്നെ വിജയകുമാർ, ഞങ്ങള് ശരിക്കും പറഞ്ഞാല് മൂന്നും ഒരു പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ അങ്ങനെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ടർ വിതരണത്തിന് കൊണ്ടുവരും, എക്സിബിറ്റർ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യും. ഇത് ആരും എങ്ങനെ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇത് എന്ത് പറയാനാ, നമ്പർ വൈസ് വരികയാണെങ്കിൽ അങ്ങനെ വരാൻ സാധിക്കുള്ളൂ. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ 26 റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാഗുനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് 5 വർഷമായി. അപ്പോൾ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപ്തനാക്കിയ അക്ഷരങ്ങളുടെ അമ്മയ്ക്ക്, വാഗ്ദേവതയ്ക്ക്, കൊല്ലൂരിലെ എൻ്റെ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇത് വിനീത് പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ചെറിയ ഒരു, എന്താ പറയാ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദന്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തു നിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് അത്തരം ഒരു യാത്രയിലാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജൂഹി ജയകുമാർ. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഇതെൻ്റെ ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച് ദിലീപ് സാർ, വിനീത് സാർ, രാജേഷ് സാർ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഞങ്ങളുടെ പടം പവി കെയർടേക്കർ ഏപ്രിൽ 26 റിലീസ് ആവാണ്. നിങ്ങൾ എല്ലാവരും പടം കാണണം, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഈ മൂവിയിൽ ഇത് വളരെ അപ്രതീക്ഷിതമായി, ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വരും എന്നുള്ളത്. ഞാൻ കാസ്റ്റിംഗ് കോളൊന്നും കണ്ടിട്ടില്ല. സോ ഞാനൊരു സുമ ഇൻസ്ട്രക്ടറാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ മീൻസ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇതിലെ ഏരിയ ആയിരുന്നു. അപ്പൊ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിന്റെ കൂടെ നല്ലൊരു മൂവി ഉണ്ട്,
ദിലീപ് സറാണ്, വിനീത് സറാണ് ഡയറക്ടർ. അപ്പോൾ ഒന്ന് ഓഡിഷൻ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിതിൽ വരുന്നത്. எல்லாருக்கும் குட் ஈவினிங். இது என்னோட மலையாளம்ல ஃபர்ஸ்ட் சினிமா. கன்னடத்துல பண்ணிருக்கேன், ஆனா இது வந்து வெளியில வந்து பண்றது வந்து புதுசா இருக்கு. புது டீம், ரொம்ப ரொம்ப ஹாப்பியா வந்து பண்ணிருக்கிற ஒரு சினிமா இது. அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்றேன். லைக் நம்மளோட டைரக்டர் வந்து வினீத் சார், திலீப் சார், அண்ட் நம்ம க்ரூ, நம்ம கோ ஆக்டர்ஸ் எல்லாருக்கும் தேங்க்யூ. எனக்கு நல்ல சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்துல, எல்லாரும் சப்போர்ட் பண்ணாங்க. ரொம்ப கஷ்டமா இருந்துச்சு ஸ்டார்டிங் டேஸ்ல, போக போக எல்லாமே ரொம்ப ஈஸியா மாறிடுச்சு. தேங்க்யூ ஸோ மச். ஏப்ரல் 26 வந்து இந்த சினிமா ரிலீஸ் ஆக போகுது. ப்ளீஸ் எல்லாரும் சினிமாஸ் ஆக்சுவலி எல்லாரும் தியேட்டருக்கு போங்க, സിനിമ പാരുங்க. താങ്ക് സോ മച്ച്. ബ്ലെസ്സസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണൽ ആയി പോകുന്നൊരു പേടിയുണ്ട്. കാരണം വിനീത് സാർ പറഞ്ഞ പോലെ ഒരുപക്ഷെ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതിലൊരു ഫോട്ടോ കണ്ടിട്ടാണ് വിനീത് സാർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേയുള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനില് ഫേസ് കാണുന്നത്. സോ അതാരവിടെ ഇരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഉണ്ടായൊരു സന്തോഷം ചെറുതായിട്ട് ഒന്ന് കണ്ണു നിറഞ്ഞു പോയി. സോ ആ ഒരു മൊമെന്റ്, താങ്ക് യു സോ മച്ച് വിനീത് സർ ആൻഡ് ദിലീപേട്ട, പിന്നെ എല്ലാ ക്രൂ അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി. എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ്. സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെന്റ് ആണ് എൻ്റെ ലൈഫിലേത്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു എന്തായാലും ആദ്യത്തെ പടമാണ്. അതിങ്ങനെ ഒരു ബാനറിന്റെ കൂടെ ദിലീപേട്ടന്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വിനീതേട്ടൻ പറഞ്ഞ പോലെ വിനീതേട്ടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു പടമുണ്ട്, ഓഡീഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാന്നുള്ള പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു വിവരമില്ല. പിന്നെ പോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ചെറുതായിട്ടൊന്ന് പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ എന്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ വിനീതേട്ടനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ വിനീതേട്ടൻ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു. അതില് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും. പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോകും. അപ്പൊ പുള്ളിക്കാരൻ ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിലിരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി. അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ തന്നെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ പുള്ളിക്കാരനെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓഡീഷന് വരാൻ പറഞ്ഞു.